ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ രേവതി വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് സച്ചി വന്നിട്ട് പറയാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ അങ്ങനെ പലതും പറയും. അമ്മ പറയുന്നൊന്നും കേൾക്കണ്ട. അച്ഛൻ പറഞ്ഞത് നല്ല കാര്യം എന്നല്ലേ, പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അനിയത്തി വിളിച്ചിട്ട് ഡിഗ്രിക്ക് ജയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ്. രേവതി വന്ന് രവിയോട് പറയുകയാണ്, ഇങ്ങനെ അനിയത്തി ഡിഗ്രിക്ക് ജയിച്ച കാര്യം പറയാണ്. അപ്പോൾ രവി പറയാണ്, എന്തായാലും മോള് നല്ലൊരു കാര്യമാണ് ചെയ്തത്. മോളുടെ പഠിത്തം നിർത്തി മോള് പൂ കിട്ടാൻ ഇറങ്ങിയ സമയത്ത് മോൾ അനിയത്തിയെ പഠിപ്പിച്ച് അതിൻ്റെ ഫലവും കണ്ടല്ലോ എന്ന് പറയുകയാണ്. ചന്ദ്രമതി ഇതൊക്കെ അറിയുന്നുണ്ട്. ഡിഗ്രി ജയിച്ചവർ, അവളൊക്കെ ഡിഗ്രി ചെയ്തിട്ട് എന്തോ ചെയ്യാൻ, അവസാനം പൂ കെട്ടാൻ തന്നെ പോവും, അല്ലാതെ എന്ത് ചെയ്യാൻ പോവാൻ എന്നൊരു പുച്ഛ ഭാഗത്തിരിക്കുകയാണ് ചന്ദ്രമതി. അച്ഛൻ വന്ന് രേവതിയെടുത്ത് പറയാണ്, എന്തായാലും നിൻ്റെ അനിയത്തി നല്ല ഭാഗ്യമുള്ളത്, അവൾക്ക് 2 അമ്മമാരെ കിട്ടിയില്ലേ, അവളുടെ സ്വന്തം അമ്മയും പിന്നെ ഈ ചേച്ചി അമ്മയും എന്ന് പറയണം. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയാണ്, എനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ സച്ചുറി, നിനക്ക് സമയം കിട്ടിയായിരുന്നെങ്കിൽ നീ അച്ഛൻ്റെ പൈസ കുറച്ചുകൂടെ കട്ടുമുടിച്ച് തന്നെ. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.